ഇന്നലെ കേരളം കാത്തിരുന്ന ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ടും കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും നിഷ്പക്ഷരായ ജനങ്ങൾക്കൊക്കെ ആ ഒരു തീരുമാനം ഐക്യകണ്ഠേന അവർ ആഘോഷിക്കുകയാണ്. ഈ ഒരു സമയത്തിന് ശേഷം രാത്രി ചില ഒരു ക്യാപ്സൂൾ വിതരണം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ മൂപ്പരുടെ ഒരു FB പേജിൽ ഒരു വീഡിയോ മൂപ്പര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. പ്രധാനമായിട്ട് ആ വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നമ്മൾ RCയുടെ പേരിലും KCയുടെ പേരിലും VDയുടെ പേരിലൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതിന് പുറമെ ഈ RCക്കും VCക്കും VDക്കും ഒക്കെ സ്വാഭാവികമായിട്ട് സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അവർ പല ആളുകളെയും പിന്തുണക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ പേരിൽ പരസ്പരം കടിച്ചു കയറുന്നത് ശരിയല്ല. നമ്മൾ KCയെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പ്രധാനമായിട്ട് KCക്കാണല്ലോ ഈ സൈബർ ആക്രമണം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. KCക്ക്, അതുപോലെ ലിജുവിന്, ഷാഫി പറമ്പിലിന്, പിന്നെ ആരാണ്, അനിൽകുമാർ, പിന്നെ സിദ്ദീഖ്, ഇവർക്കൊക്കെയാണ് സൈബർ ആക്രമണം രൂക്ഷമായ രീതിയിൽ വന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് സത്യത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ പ്രത്യേകം പറയണമെന്ന് തോന്നി. സത്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഈ ഒരു തീരുമാനത്തോട് ഈ KC അവരോധിക്കുന്നതിനെ അംഗീകരിക്കാതിരുന്നത്? ഇവരുടെയൊക്കെ ഒരു വിചാരം, ഇവരൊക്കെ ഏതോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം അതിൽ വിജയിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ജനങ്ങളൊക്കെ ഇവരെ ആക്ഷേപിക്കുന്നതും സൈബർ ആക്രമണം നടത്തുന്നത് എന്നൊക്കെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവർ ഗ്രൂപ്പുകൾ നടത്തിയതാണ്, ഗ്രൂപ്പ് കളിക്കാൻ നോക്കിയതാണ്, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നോക്കിയൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾ, ഒട്ടുമിക്ക ജനങ്ങളും വി.ഡി. സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു മാൻഡേറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന് വനവാസം ഞാൻ അധികാരം കിട്ടിയില്ലെങ്കിൽ, ഒരു UDF എന്ന മുന്നണിയെ 100-ലധികം സീറ്റ് നേടിക്കൊണ്ട് മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വനവാസത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ ഏതെങ്കിലും നേതാവ് ഉണ്ടായിരുന്നു? KC ഉണ്ടായിരുന്നു? RC ഉണ്ടായിരുന്നില്ല. ഈ RCയോടൊക്കെ ആ സമയത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്ര സീറ്റ് വരെ കിട്ടും ചോദിക്കുമ്പോൾ ഒരു 80-85 ആ റേഞ്ചിലാണ് മൂപ്പര് പറയുന്നത്. അതുപോലെ തന്നെയാണ് KCയും ഒരു കൃത്യമായ കണക്കൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ കൃത്യമായി ഒരു ടീം UDF എന്നുള്ളൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ച് പ്രതിപക്ഷ നേതാവ് നയിച്ച് ഒരു വിജയം നേടിക്കൊടുത്തതിന് ശേഷം പിന്നിൽ നിന്ന് കുത്താനും പതുക്കെ മാനിപ്പുലേറ്റഡായി ഒരു നമ്മുടെ MLA-മാരൊക്കെ ചാക്കിട്ട് പിടിച്ച് അവർക്ക് പ്രത്യേക പല കാരണങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ച് ജനങ്ങളുടെ കൺസെൻറ്റും ജനങ്ങളുടെ ഈ ഒരു മാൻഡേറ്റും അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെതിരെയാണ് പൊതുജനങ്ങൾ രംഗത്തിറങ്ങിയത്. അല്ലാതെ RCയെ കല്ലെറിയാനോ അല്ലെങ്കിൽ KCയെ കല്ലെറിയാനൊന്നും പൊതുജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ജനങ്ങളിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളുടെ റോള് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന പാർട്ടിക്കാരോടും അതുപോലെ അത്തരം വിശ്വാസങ്ങളുള്ള MLA-മാരെയും നേതാക്കന്മാരെയും പൊതുജനങ്ങൾ രംഗത്തിറങ്ങിയിട്ടാണ് അവർ തിരുത്തിപ്പിച്ചത്. അല്ലാതെ പൊതുജനങ്ങൾക്ക് സത്യത്തിൽ വി.ഡി. സതീശനോടോ അല്ലെങ്കിൽ KCയോടോ RCയോടോ ഒരു പ്രത്യേകമായൊരു മുഹബത്ത് ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. അവർക്ക് അങ്ങനെ പ്രത്യേക വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവർ കോൺഗ്രസ് പ്രവർത്തകരാവണമെന്നൊന്നുമില്ല. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനോടോ അല്ലെങ്കിൽ KC വേണുഗോപാലിനോടൊന്നും പ്രത്യേകമായൊരു മമതയോ പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അങ്ങനെ ഇല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഒരു അനീതിയാണ് നടക്കുന്നത്. ഒരു നാട് നയിച്ച് നാട്ടിൽ ഒരു അദ്ദേഹം കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ്, വി.ഡി. സതീശൻ കൊണ്ടുവന്ന ഇമ്പാക്റ്റ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി അദ്ദേഹത്തെ ചവിട്ടി ഒതുക്കി പതുക്കെ സൈഡാക്കി ഒരു ഹെലികോപ്റ്റർ ലാൻഡിങ് നടത്താനുള്ള KCയുടെ ശ്രമത്തിനെതിരെയാണ് ജനങ്ങൾ പ്രതികരിച്ചത്. അല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാരോടോ കോൺഗ്രസ് ലീഡേഴ്സിനോടോ പ്രത്യേകമായിട്ട് ആർക്കെങ്കിലും ദേഷ്യമോ വിദ്വേഷമൊന്നും ഇല്ല എന്ന് രാഹുൽ മാങ്കൂട്ടൻ ഫാൻസ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇൻക്ലൂഡിങ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും സന്തോഷസാചിയായ ഷാഫി പറമ്പിലിനെതിരെയും വരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. സന്ദീപ് വാര്യർക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. സിദ്ദീഖിനെതിരെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്ത് ചോദിച്ചാൽ ചിലപ്പോൾ നാട്ടിൽ അനീതി നടക്കരുത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ സ്വാതന്ത്ര്യ സമരം നടത്തിയതിൻ്റെ പേരിൽ അല്ല നിങ്ങൾക്ക് സൈബർ ആക്രമണം നടത്തിയത്. നിങ്ങൾ അസൽ ഗ്രൂപ്പ് കളി നടത്തിയതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, അതിനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കുക. ജനങ്ങൾ അണിനിരന്നുകൊണ്ടാണ് ഈ ഒരു സർക്കാരിനെ, ഈ ഒരു UDF മുന്നണി അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. മടുത്തിട്ട്, 10 കൊല്ലത്തെ ഭരണം മടുത്തിട്ട്. അപ്പോൾ അതിനെ പിന്നിൽ നിന്ന് കുത്താൻ ആര് ശ്രമിച്ചാലും പൊതുജനങ്ങൾ അവരെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിൻ്റെ ഉത്തമ മാതൃകയാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതല്ല നമ്മുടെ നാട്ടുകളിലും നമ്മുടെ അങ്ങാടികളിലൊക്കെ നടന്നത്. പ്രൊട്ടസ്റ്റുകളായിട്ട് നടന്നത്. അല്ലാതെ മറ്റൊരു ഉദ്ദേശവും പൊതുജനങ്ങൾക്കില്ല. അപ്പോൾ
ഈ പൊതുജനങ്ങളെയും സമരം ചെയ്ത ആൾക്കാരെയും ഒക്കെ എന്തോ ഒരു കുറ്റവാളിയാക്കി പ്രതികരിക്കുന്ന രീതി ഡെഫിനറ്റ്ലി തെറ്റാണ്. ഒരു അമ്മാൻകുട്ടത്തിനെ പോലെയുള്ള യുവ തുർക്കികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ 2 വീഡിയോ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, അത് ശരിയല്ല.